ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയർ നമ്മൾ തുടങ്ങുന്നത് വൺ ഓഫ് ദ അമേരിക്കൻ മസിൽസ്, ഒരു ഗടാഗടിയനാണ് നമ്മുടെ GMC യൂക്കോൺ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ GMC യൂക്കോണിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ജിദ്ദയിലെ കോർണിശ്ശേരിയിലാണ്. ഇതിൻ്റെ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ റിസോർട്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് GMC യൂക്കോൺ ചെയ്യുന്നത്. ആൻഡ് 2024 തുടങ്ങുന്നത് തന്നെ GMC വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും മോട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. GMC യൂക്കോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആണ്. യൂക്കോൺ ഉണ്ട്, യൂക്കോൺ XL ഉണ്ട്. അതായത് XL പറയുമ്പോൾ ലോങ് വീൽ ബേസ് ആണ്, ഇത് XL ആണ്. പിന്നെ ലോങ് വീൽ ബേസിലാത്ത ബേസ് വേരിയൻറ്റ് വേറെ ഉണ്ട്, അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ SLT എന്നുള്ള വേരിയൻ്റ് ഉണ്ട്. പിന്നെ സ്പോർട്സ് ഓറിയൻ്റ് ആയിട്ടുള്ള AT4 വരുന്നുണ്ട്. പിന്നെ ഡെനാലി വരുന്നുണ്ട്, ഡെനാലി അൾട്ടിമേറ്റ് ഉണ്ട്. ഡെനാലി കുറച്ചുകൂടി നല്ല സ്പെസിഫിക് ആയിട്ടുള്ള വാഹനമാണ്. ഡെനാലി അൾട്ടിമേറ്റ് എന്നാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ദ SLE, ദ ബേസ് വേർഷൻ. പിന്നെ SLEയും SLTയും മാത്രമാണ് ഒരു 5.3 ലിറ്റർ V8 എഞ്ചിൻ വരുന്നത്. ബാക്കി AT4 ആണെങ്കിലും ഡെനാലി ആണെങ്കിലും ഒരു 6.2 ലിറ്റർ V8 എഞ്ചിനാണ് വരുന്നത്. ആൻഡ് നിങ്ങൾ കാണുന്നുണ്ടാവും എത്രത്തോളം വലുപ്പമുണ്ട് ഈ ഒരു വാഹനം എന്നുള്ളത്. സോ നമുക്കിതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ടിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് ഈ ഒരു വലിയ ഗ്രില്ലാണ്. ഒരു അലൂമിനിയം ഫിനിഷൊക്കെ ഉണ്ട്. ഒരു 75% നമ്മുടെ ഗ്രില്ലാണ് വണ്ടിയിൽ ഫ്രണ്ടിൽ കാണുന്നത്, ഹൈലൈറ്റായി നിൽക്കുന്നതാണ്. പിന്നെ അതാ ഒരു 3 ഫേസ് റേറ്റുള്ള ഒരു ലൈറ്റ്സ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, LED ആണ്. അതിൽ തന്നെ നമ്മുടെ DRL ഉണ്ട്. അങ്ങനെ ഇവിടെ തന്നെ ഒരു GMC എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ഫോഗ് ലാമ്പ് ഉണ്ട്, അതും LED ആണ്. അതിന് ചെറിയൊരു ഡിഫറെൻറ്റ് എലമെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു എയർ ഡാം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ ക്ലോസ്ഡ് ആണ്. അതിനിവിടെയൊക്കെ നമുക്കിവിടെ ഹുക്ക് ഹോൾഡേഴ്സ് വരുന്നത് AT4 വേരിയൻറ്റിൽ ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു റെഡ് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. GMC ഇതാ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. വലിയ GMC എന്നുള്ള ആ ഒരു ലെറ്ററിങ്ങും നൽകിയിട്ടുണ്ട്. ഏകദേശം 32 വർഷത്തോളമായി നമ്മുടെ ഈ ഒരു GMC യൂക്കോൺ. ആൻഡ് ഇതിന് എതിരായിട്ട് വരുന്നത് നമ്മുടെ ഷെവർലെ താവോ, കാഡിലാക്കിൻ്റെ മോഡലുകളൊക്കെ ഉണ്ട്. ആൻഡ് ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഓറഞ്ച് കളറാണ് ഒരു റിഫ്ലക്റ്റ് നൽകിയിട്ടുള്ളത്. ആൻഡ് വീലേഴ്സ് നോക്കുകയാണെങ്കിൽ 265/65 18 ഇഞ്ച് വീലാണ്. അത് ഡെനാലിലേക്ക് വരുമ്പോൾ 20 ഇഞ്ച് വീലായി. ആൻഡ് ഇവിടെ ഒരു GMC എന്നുള്ള ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. ഡീസൽ വേരിയൻറ്റിന് ഡീസൽ എന്നും പറയുന്നുണ്ട്, നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. ആൻഡ് ഇവിടെ യൂക്കോൺ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഫുട് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ വിത്ത് സെൻസേഴ്സ് ആണ്. ആൻഡ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു വാഹനം എത്രത്തോളം നീളമുണ്ടെന്നുള്ളത് കാണാൻ കഴിയുള്ളൂ. ആൻഡ് ആ സീറ്റിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പേസ് എന്നൊക്കെ കാണുന്നുണ്ടാവും. ആൻഡ് ഇവിടെ തേർഡ് റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെയും 265/65 ആണ്. ആൻഡ് ഇനി റിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ GMC എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ ഉണ്ട്. ഒരു എല്ല് തിരിച്ചിട്ടതുപോലെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റ് ഉള്ളത്. തന്നെ റിവേഴ്സ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ SLE എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വാഹനത്തിൻ്റെ വേരിയൻ്റ് ഏതാണെന്ന് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു യൂക്കോൺ എന്നുള്ളൊരു ഇത് നൽകിയിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്റ്റീവ്സ് കണക്ക് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. ആൻഡ് GMC എന്നുള്ളൊരു ലെറ്ററിങ് അതൊരു അലൂമിനിയം പ്ലേറ്റിലാണ് നൽകിയിട്ടുള്ളത്. ഇനി ബോട്ടിൽ ഇലക്ട്രിക് ടൈൽ ഗേറ്റ് ആണ്. ഇവിടെ ഒരു സോക്കറ്റ്, പവർ സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചിട്ടൊക്കെ വേണം ഇത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്നാലും അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. So let's get inside and have a look.
ഡോർ ഹാൻഡിൽ നമ്മുടെ ഡോർ പാനൽ നോക്കുകയാണെങ്കിൽ ചെറിയ ഐറ്റംസ് അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറുത് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ വിൻഡോസ് മിററൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത്. ആൻഡ് ഇവിടെ ഡോർ അൺലോക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ആൻഡ് ചെറിയൊരു വുഡ് ട്രിം ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് പലതരത്തിൽ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന സീറ്റ്സുകളാണ്. 8 വേ ആണെന്ന് തോന്നുന്നു. 8 വേ അഡ്ജസ്റ്റബിളാണ്. അപ്പോൾ ഇനി ഇന്റീരിയറിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ, ലെതർ കവേർഡാണ്. ആൻഡ് ഇവിടെ ആ ഒരു 12 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നൽകിയിട്ടുണ്ട്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യേണ്ടി വരില്ലേ? ചാവി നടത്തുണ്ടോ? നമുക്കിതിൽ ഈ വാഹനത്തിൻ്റെ മോഡുകളൊക്കെ നമുക്കിതിൽ മാറ്റാം. ഡ്രൈവ് മോഡുകൾ, ഓഫ് റോഡ്, ടൗള് ആൻഡ് സ്പോർട്ട് മോഡ് ആൻഡ് ഡ്രൈവ് മോഡ്. ഇതിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരും നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ പല ഓപ്ഷൻസിൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഡ്രൈവർ അസിസ്റ്റൻറ്റ്, പിന്നെ ഇലക്ട്രോണിക് പാർക്കിങ്ങിൻ്റെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ മോഡ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ ഇത് ഹെഡ്ലൈറ്റിൻ്റെ ആണ്. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാൻ കുറക്കാനുള്ളതാണ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ആൻഡ് അത്രത്തോളം ഒരുപാട് ബട്ടൺസ് ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാനുള്ളത് ബട്ടൺസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെയുണ്ട്, ഇവിടെ നമുക്ക് വോളിയത്തിൻ്റെ കൺട്രോൾ ഇവിടെയാണ്. സോ ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ചോട് കൂടിയുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയ AC വെൻസ് ഉണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ലെതർ ഫിനിഷാണ് എല്ലാം നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബ്രഷ്ഡ് അലൂമിനിയം ഫീൽ വിത്ത് വുഡൻ ട്രിമാണ്. ലൈറ്റ്സിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ആക്ച്വലി നമുക്കത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അപ്പർ വേരിയൻസിലുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ഹസാർഡ് വാർണിങ്ങിൻ്റെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കുറച്ച് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ AC ഇവിടെ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ റിയറിലേക്കുള്ള ക്ലൈമറ്റ് കൺട്രോളിംഗ് ആണ്. ആൻഡ് ഇവിടെ Type-C കൊടുത്തിട്ടുണ്ട്, USB ഉണ്ട്, പിന്നെ ഒരു പവർ സോക്കറ്റ് വേറെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ വയർലെസ് ചാർജിങ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോൺസൊക്കെ വെക്കാം. ആൻഡ് ഇവിടെയാണ് ചെറിയൊരു കോൾഡ് സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു Type-C, ഒരു USB നൽകിയിട്ടുണ്ട്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്ലോത്ത് സീറ്റിംഗ് ആണ്. അതിന് അപ്പർ വില നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ലെതറിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ലൈറ്റ്സിൻ്റെ ഒക്കെ കൺട്രോൾ എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ മിറേഴ്സൊക്കെ നൽകിയിട്ടുള്ളത്. ആൻഡ് മേലെയും ചെറിയൊരു ക്ലോത്ത് ഫിനിഷിലുള്ള റൂഫാണ് നൽകിയിട്ടുള്ളത്. ഇത് SLE വേരിയൻ്റ് ആണ്. SLTയിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഗിയർ ഇൻഡിക്കേറ്റേഴ്സ്, പാർക്കിങ്, റിയർ, ന്യൂട്രൽ, ഡ്രൈവ്. ആൻഡ് ഇത് നമ്മുടെ മാനുവൽ, നമുക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇവിടെയാണ് കൺട്രോൾ ചെയ്യുക. ആൻഡ് ഇവിടെ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു AC വെൻ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത്. അത്യാവശ്യം നല്ല റിച്ച് ലുക്കാണ് നമുക്ക് ഈ ഒരു വാഹനം പൊതുവെ ഫ്രണ്ടിൽ നിന്നൊക്കെ നൽകുന്നത്. ആൻഡ് ആ ഒരു മൾട്ടി കളറിലാണ്, ഒരു ബ്ലാക്ക് ഉണ്ട്, ചെറിയ ബ്രഷ്ഡ് അലൂമിനിയം ഉണ്ട്. അതിന് ഈ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ എടുത്ത് പറയാനായിട്ട് ഒരുപാട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, സാധാരണ നമ്മൾ കാണുന്നതൊക്കെയാണ്. ആൻഡ് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണുന്നുണ്ടോ എന്നറിയില്ല. ആൻഡ് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ ബോസിൻ്റെ സിസ്റ്റമാണ്, സൗണ്ട് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. 9 സൗണ്ട് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ആൻഡ് 7ഓളം എയർ ബാഗും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ബാക്കിലാണ്. ആൻഡ് ഇവിടെയും ചിലർ കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻസ് വരുന്നത് ബാക്കിലാണ്. സോ നമുക്കിനി ബാക്കിലേക്കൊന്ന് പോയി നോക്കാം. സോ ഇനി റിയറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സൗണ്ട് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ്, മിറേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അതിന് സീറ്റ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഹൈറ്റ് ഈ ഒരു വാഹനത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ആൻഡ് ലോങ് ജേണിക്കൊക്കെ കൂടുതൽ ഇതാവും. ആൻഡ് ഇവിടെ ഒരു ഗ്രാബ് റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, ഒരു ഹുക്കും നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, 2 Type-C പോർട്ടും നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു പവർ സോക്കറ്റ് നൽകിയിട്ടുണ്ട്.
അതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഹാംറസ്റ്റ് ഐലൻഡ് ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സിൻ്റെ സ്ഥലം നൽകിയിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ റിയറിലേക്കൊന്ന് കയറി നോക്കാം. രണ്ടോട്ടം പ്രസ് ചെയ്താൽ അത് വരും. സോ നമുക്കിനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു ക്രാമ്പ്ഡ് ഫീൽ ഉണ്ട്. എന്നിരുന്നാലും നല്ല ഹൈറ്റ് കൂടുതലായിട്ട് കിട്ടും, അതൊന്നും വിഷയമല്ല. ഇനി ഇവിടെ നോക്കണമെങ്കിലും എങ്ങനെ ആയാലും എത്രത്തോളം ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് ഒരു ക്രാമ്പ്ഡ് ഫീൽ ഉണ്ടാവും, കാരണം വിഷ്വൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ കൂടുതൽ ചാൻസ് വളരെ കമ്മിയാണ്. ഈ ഒരു ചെറിയൊരു ഒരു ഏരിയ മാത്രമേ നമുക്ക് കാണുള്ളൂ. ഇവിടെയൊക്കെ ടൈപ്പ് സിയുടെ പവർ സോക്കറ്റ് നൽകിയിട്ടുണ്ട്, ഒരു കപ്പ് ഹോൾഡേഴ്സും പിന്നെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ വെൻസുകൾ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലൈറ്റ്സ് ആൻഡ് ഇവിടെ ഹേസിവൻസിൻ്റെ ക്ലൈമറ്റിക് കൺട്രോൾ എല്ലാം നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് റിയർ സീറ്റിൽ ആൻഡ് തേർഡ് റോയിൽ. ആൻഡ് നമുക്ക് സെക്കൻഡ് സീറ്റ് നമുക്ക് ബെഞ്ച് സീറ്റ്സ് ആണ്. അത് നമ്മൾ ഓപ്ഷനലി നമുക്കത് എന്താണ് ഓക്കെ ഇത് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബെഞ്ച് സീറ്റ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതായത് ബെഞ്ച് സീറ്റ്സ് ആണ്, നമുക്കിനി ബക്കറ്റ് സീറ്റ്സ് നമുക്കിത് അവൈലബിൾ ആണ്. സോ നമുക്കിതിൻ്റെ എൻജിൻ ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. എൻജിനിലെ ഈ ഒരു ഹുക്കിലാണ് ഈ ഒരു ബോണ്ടിലാണ് നമ്മുടെ ഇതും ലഭിക്കുന്നത്. ഐ മീൻ ഈ ഒരു ഡിസൈന് പുറത്ത് ഓക്കെ. ഒരു 5.3 ലിറ്റർ V8 ആണ്. 1 2 3 4 5 6 7 8 ഒരു V8 എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. and അതിൻ്റെ പവർ വരുന്നത് 355 ഹോഴ്സ് പവറും 520 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും ആണുള്ളത്. അതിന് ഇതിൻ്റെ തന്നെ ഇത് ബേസ് വേരിയൻ്റ് ആണ്. അതിന് ഇതിലൊരു 3 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ ഡീസലിലൊരു ലെറ്ററിങ് അവിടെ ലോഗോയിലുണ്ടാവും. പിന്നെ വരുന്നതാണ് ഡെനലി 84, ഡെനലി അൾട്ടിമേറ്റ്. ഈ 3 വേരിയൻ്റ് നമുക്ക് 6.2 ലിറ്റർ V8 ആണ് വരുന്നത്, വിച്ച് ഈസ് വെരി പവർഫുൾ. ആൻഡ് ആക്ച്വലി ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഏകദേശം 9 കിലോമീറ്റേഴ്സ് ആണ് മൈലേജ് കിട്ടുന്നുള്ളത്. പെട്രോളിനൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മൈലേജ് തന്നെയാണ്. അതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, അത് ഞാൻ മറന്നു. അങ്ങനെ എക്സോസ്റ്റിൽ അങ്ങനെ വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. V8 ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു റോറിങ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ എവിടെയോ ആണ് നമ്മുടെ എക്സോസ്റ്റ് കിടക്കുന്നത്. യെസ്, ഈ സൈഡിലാണ് കിടക്കുന്നത്. അങ്ങനെ വലിയ റോറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്ന് യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. 2500 വരെയാണ് നമ്മുടെ മാക്സിമം RPM നോർമൽ കാണിക്കുന്നുള്ളത്. ആ ഒരു ഗർജനം ഇതിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. കീ മിസ്സിങ്, 1 റീസ്റ്റാർട്ട് അലൗഡ്. സോ ഇതാണ് നമ്മുടെ യൂക്കോണിൻ്റെ വിശേഷങ്ങൾ. സോ നമുക്ക് ഇതിൻ്റെ റിയറിൽ ഇരുന്നിട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. യാത്ര ചെയ്യാൻ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. This is what it's like being in the back seat. അതിന് കുലുക്കങ്ങളോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇൻഡിപെൻഡൻ്റ് റിയർ സസ്പെൻഷനാണ് അതിനുള്ളത്. നല്ല കംഫർട്ടബിളാണ് സീറ്റ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ GMC യൂക്കോണിനെ കുറിച്ച് പറയാനുള്ള നമ്മളെ വിശേഷങ്ങൾ. ഏതായാലും ന്യൂ ഇയർ നമ്മൾ തുടങ്ങിയത് GMC യൂക്കോണിലാണ്. I think that 2024 will be pretty much interesting. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളേക്ക് വരുന്നതാണ്. Until we meet again, bye bye.